ചാമ്പ്യൻസ് ലീഗിൻ്റെ അവസാന മാച്ച് ഡേ തീപ്പൊരി പോരാട്ടമായിരിക്കും. കാരണം 8 ടീമുകളാണ് 13 പോയിൻ്റായിട്ട് ടോപ്പ് 8 ബാക്കിയുള്ള സ്പോട്ടിന് വേണ്ടി മത്സരിക്കുന്നത്. ആർസണൽ ഒഴിച്ച് ബാക്കി എല്ലാ ടീമുകൾക്കും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഈ ലാസ്റ്റ് മാച്ച് ഡേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആർസണൽ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. ഓൾറെഡി 7 കളിയിൽ 21 പോയിൻ്റായിട്ട് ആർസണൽ ഓൾറെഡി ക്വാളിഫൈ. ബയേൺ ഈസ് ഓൾസോ ഓൾമോസ്റ്റ് ക്വാളിഫൈഡ്. അവർക്ക് 19 പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ അവർ സെക്കൻഡ് സ്പോട്ട് നിലനിർത്താം. പ്രത്യേക എന്തിനാണ് അവർക്ക് ഒരു പോയിൻറ്റും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് സ്പോട്ട് നിലനിർത്തേണ്ട അവർക്ക് വലിയ കാര്യമാണ്. കാരണം ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനൽ അല്ലെങ്കിൽ നോക്കൗട്ട് ഗെയിംസിൻ്റെ സെക്കൻഡ് ലെഗ് ടേബിളിലെ പൊസിഷൻ വെച്ചിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇഫ് ബയേൺ ഗെറ്റ്സ് PSG ഇൻ റൗണ്ട് ഓഫ് 16 ഓർ ക്വാർട്ടർ ഫൈനൽ, ഇഫ് ബയേണിൻ്റെ താഴെയാണ് PSG ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ബയേണിൻ്റെ സെക്കൻഡ് ലെഗ് ഹോമിൽ കിട്ടും. നമുക്കതറിയാം, ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് സെക്കൻഡ് ലെഗ് ഹോമിൽ കിട്ടുന്നതെന്ന് പറയുന്നത്. സോ ബയേണിന് നാളെ PSV-നായിട്ടാണ് കളി. സോ ഐ തിങ്ക് ബയേൺ ക്യാൻ വിൻ ഇറ്റ്. ആൻഡ് ഇഫ് ആർസണൽ ഡ്രോപ്പ് പോയിന്റ് ചിലപ്പോൾ അവർക്ക് ഫസ്റ്റ് പ്ലേസും എടുക്കാൻ പറ്റും. പക്ഷേ ഗോൾ ഡിഫറൻസ് 5 ഗോളിൻ്റെ ഡിഫറൻസിൽ ജയിക്കണം. 5 അല്ലെങ്കിൽ ആർസണലിന് തോറ്റാൽ മാത്രമാണ് അവർക്കൊരു ചാൻസ് ഉള്ളൂ. പക്ഷേ ആർസണലിന് നാളെ കൈറാത്തിനായിട്ടാണ് കളി. അപ്പം അതിൻ്റെ മോസ്റ്റ് പ്രോബബ്ലി എമിറേറ്റ്സിലാണ്. അപ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട് ആർസണൽ. രണ്ടാമത് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിന് ഒരു ടഫ് ഗെയിമാണ്. ഇവർ രണ്ടാളും സേഫ് സ്പോട്ടിലാണ്. റയലും ലിവർപൂളും സേഫ് സ്പോട്ടിലാണ് ഓൾമോസ്റ്റ്. പക്ഷേ നാളെ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്താൽ പണിയാകും അവർക്കും. ദേ വിൽ ഓൾസോ മൂവ് ഔട്ട്. കംപ്ലീറ്റ്ലി ഇത് ഷഫിളാവും നാളത്തെ കളി കഴിഞ്ഞാൽ. പക്ഷേ റയൽ മാഡ്രിഡിന് ബെൻഫീക്കാണെങ്കിലും ലാസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നോ, ബെൻഫീക്കാണെങ്കിലും ഇത് 6 പോയിൻ്റായിട്ട് അവർക്ക് 9 പോയിൻ്റ് കിട്ടിയാൽ ചിലപ്പോൾ അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എസ്പെഷ്യലി അവേ ഗെയിമാണ് റയൽ മാഡ്രിഡിന്. അപ്പം ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ് ഇൻ ബെൻഫീക്ക. പ്ലസ് ജോസെ മൗറീഞ്ഞോ ആണ് ബെൻഫീക്കൻ്റെ കറണ്ട് കോച്ച്. സോ അതും കുറച്ച് ടഫായിരിക്കും. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ലിവർപൂളിന്, ഐ തിങ്ക് ലിവർപൂൾ ഈ കളി കുറച്ചും കൂടി ഈസി ആയിരിക്കും ലിവർപൂളിന്. ബിക്കോസ് കാരബാക്കിനെയാണ് കളിക്കുന്നത്, അത് ആൻഫീൽഡിൽ. അത് അവർക്ക് വിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും മേ ബി ചിലപ്പോൾ സെക്കൻഡ് പൊസിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5th ടോട്ടനാണ്. ടോട്ടനത്തിന് 14 പോയിൻ്റ് ഉണ്ട്. അവർക്ക് ഓൾമോസ്റ്റ് ക്വാളിഫൈഡ് ആണ്. പക്ഷേ ഒരു വിൻ എന്തായാലും ഇമ്പോർട്ടൻ്റ്. അവർ നാളെ കളിക്കുന്ന ഐൻട്രാക്ക് ഫ്രാങ്ക്ഫർട്ടിനാണ്. സോ അവർ ഓൾമോസ്റ്റ് അവർക്ക് പ്ലേ ഓഫ് സ്പോട്ട് പോലും കിട്ടാനുള്ള ചാൻസ് ഇല്ല. 4 പോയിൻ്റേ ഉള്ളൂ അവർക്ക്. സോ ടോട്ടനം ഇതിൽ ജയിക്കാൻ പറ്റി. അതൊരു അവേ ഗെയിമാണ്. ഇഫ് ദേ ആർ അറ്റ്ലീസ്റ്റ് ഏബിൾ ടു ഗെറ്റ് എ ഡ്രോ ഓർ എ വിൻ, ഇറ്റ്സ് ഗുഡ് ഫോർ ദം. പിന്നെ അത്ലറ്റിക്കോനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഈ നാളത്തെ മാച്ച് ഡേയിൽ നടക്കാൻ പോകുന്നതിൽ ഏറ്റവും നിർണായകമാവുന്ന ഒരു മാച്ചാണ് PSG വേഴ്സസ് ന്യൂക്കാസിൽ. ബിക്കോസ് 2 ടീമിനും 13 പോയിൻ്റാണ് ഉള്ളത്. 2 ടീമിനും 13 പോയിൻ്റ്. ഡ്രോ ആയാലും വിന്നായാലും എന്തായാലും അവരെ താഴെ കിടക്കുന്ന ടീമുകൾക്ക് ഒരാൾക്ക് എന്തായാലും മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ഹൂഎവർ വിൻസ് അതായിരിക്കും ആ മാച്ച്. ആ മാച്ച് ഒരു തീവാർ മാച്ചായിരിക്കും, ന്യൂക്കാസിൽ വേഴ്സസ് PSG. അത് എപ്പോഴൊക്കെ കളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തീവാർ പോരാട്ടമായിട്ടുള്ളൂ. സോ ലെറ്റ്സ് ഹോപ്പ് ആ കളി ഒരു സീന് കളിയായിരിക്കുന്നു. എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് PSG അവർ ഹോമിലാണ് കളിക്കുന്നത്. അപ്പം ഇറ്റ്സ് ഗോയിങ് ടു ബി ദെയർ ഗെയിം ഐ ഗസ്. ആൻഡ് ന്യൂക്കാസിൽ വിൽ ഡ്രോപ്പ് ഡൗൺ. പിന്നെ നോക്കേണ്ടത് ചെൽസിയും 13 പോയിന്റിലാണുള്ളത്. ചെൽസിക്ക് നാളെ കളിക്കേണ്ടത് നാപ്പോളിനെയാണ്. ആൻഡ് നാപ്പോളി ആർ കറൻ്റ്ലി അറ്റ് 25th. നാളെ ഒരു നാപ്പോളിൻ്റെ ഹോമിൽ ഡിയാഗോ മറഡോണ സ്റ്റേഡിയത്തിലാണ് കളി. നാപ്പോളിക്ക് ഒരു വിന്ന് കിട്ടിയാൽ മാത്രമേ പ്ലേ ഓഫ് എങ്കിലും പിടിക്കാൻ പറ്റുള്ളൂ. സോ നാപ്പോളി ആർ ഗോയിങ് ടു ബി ഹാർഡ് ഫോർ ചെൽസി. ചെൽസി ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്, പുതിയ കോച്ചിൻ്റെ അണ്ടറിലാണ്. സോ ചെൽസിക്കും നാളെ ഒരു ടഫ് ഗെയിമാണ്. ഈ ടേബിളിൽ ഇപ്പോൾ സേഫായിട്ടിരിക്കുന്നത് ബാർസലോണയാണ്. കാരണം ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ടീമുകൾക്കും, സിറ്റിക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ടീമുകൾക്കും ടൈറ്റ് ടീംസിനായിട്ടാണ് നാളെ കളി. അപ്പോൾ കോപ്പൻഹാഗന് ഒരു ചാൻസ് ഉണ്ട് ക്വാളിഫൈ ചെയ്യാനുള്ള. പക്ഷേ ഇഫ് ബാർസലോണ നല്ലൊരു റേഷ്യോയിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഗ്യാരണ്ടീഡ് ആണ് സ്പോട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അടുത്തത് സ്പോർട്ടിംഗ് ആണ്. സ്പോർട്ടിംഗ് അത്ലറ്റിക് ക്ലബിനായിട്ടാണ്. അത് സാൻ മിമസിലാണ്. അത് ഗോയിങ് ടു ബി ടഫ്
ഫോർ ദം. സ്പോർട്ടിംഗ് ആൻഡ് അത്ലറ്റിക് ക്ലബ് ഓൾസോ പ്ലേ ഓഫ് സ്പോട്ടിന് വേണ്ടി കളിക്കുന്ന ഒരു ടീമാണ്. സോ ആ കളിയും ഭയങ്കരമായ അത്യാവശ്യം ടഫായിരിക്കും. പിന്നെ അടുത്തത് മാൻ സിറ്റി അത്ലറ്റിക്കോ മാഡ്രിഡും, രണ്ടാളും 13 പോയിന്റിലാണ്. ആൻഡ് അത്ലറ്റിക്കോന് ബോഡോ ഗ്ലിംറ്റ് അത് നമ്മളെ മെട്രോപൊളിറ്റാനോയിലാണ് കളി. അപ്പോൾ അതും കുറച്ചും കൂടി ഒരു ഈസി ഗെയിം ആയിരിക്കും അവർക്ക്. ഐ ഡോണ്ട് നോ വെദർ ബോഡോ ഈസ് ഓൾമോസ്റ്റ് ബോഡോന് ചാൻസ് ഉണ്ട്. 9 പോയിന്റ് ഒന്നും വെച്ച് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നാളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നതുകൊണ്ട് 9 പോയിന്റ് വെച്ച് കയറാൻ പറ്റും തോന്നുന്നില്ല. അതുപോലെ മാൻ സിറ്റിക്ക് നാളെ ഗാലറ്റാസറായിട്ടാണ് കളി. സോ അത് ഒരു ടഫ് ഗെയിം ആയിരിക്കും. പക്ഷേ ഹോം ഗെയിം ആയതുകൊണ്ട് ഗാലറ്റാസറായി മേ ബി ഒരു ഡ്രോ കിട്ടിക്കഴിഞ്ഞാൽ ബാർസലോണക്കും അവരും പ്ലേ ഓഫ് സ്പോട്ടിന് വേണ്ടി കളിക്കുന്ന ടീമാണ്. സോ ദാറ്റ് മൈറ്റ് ബെനിഫിറ്റ് ബാർസലോണ. ഇപ്പോൾ ഈ 13 പോയിന്റ് ഉള്ള ടീമുകളിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജിൽ നിൽക്കുന്ന ബാർസലോണയും മാൻ സിറ്റിയാണ്. ബാക്കി എല്ലാ ടീമുകൾക്കും കുറച്ച്, പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡും ആണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജിൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ അറ്റ്ലാന്റേനെ നോക്കുകയാണ്. അറ്റ്ലാന്റയും ഒരു അവേ മാച്ചാണ് കളിക്കുന്നത് യൂണിയൻ സാൻ ഗിലോസിനെതിരെ. സോ അറ്റ്ലാന്റിക്കും ചിലപ്പോൾ ഒരു വിന്ന് കിട്ടാം. പക്ഷേ എല്ലാം ഗോൾ ഡിഫറൻസിൻ്റെ മുകളിലാണ്. നാളെ ആര് കുറവ് ഗോൾ കൺസീഡ് ചെയ്ത് വിന്ന് എടുക്കുന്നു, മാക്സിമം ഗോൾ സ്കോർ ചെയ്യുന്നു, ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ദ ക്വാളിഫിക്കേഷൻ. സോ ഇതൊരു കംപ്ലീറ്റ് ഒരു ക്രേസി മാച്ച് ഡേ ആയിരിക്കും നാളത്തെ. പിന്നെയുള്ള ഒരു കളി ക്ലബ് ബുർജ് വേഴ്സസ് മാർസയാണ്. ആ കളിയിൽ 2 പേർക്കും പ്ലേ ഓഫ് സ്പോട്ട് കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്. മാർസയ്ക്ക് 10 പോയിന്റ് ഉള്ളതുകൊണ്ട് മാർസയ്ക്കായിരിക്കും കുറച്ചും കൂടി ചാൻസ് കൂടുതൽ. മാർസയ്ക്ക് 9 പോയിന്റ് ഉണ്ട്. സോ ഇഫ് മാർസെ വിൻ അവർക്കായിരിക്കും ചാൻസ് കൂടുതൽ. ബട്ട് ക്ലബ് ബുർജിൻ്റെ അവേ ആണ് കളിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഈസി. ആൻഡ് ക്ലബ് ബുർജിനും 7 പോയിന്റ് ഉണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹെൽ ഓഫ് എ ഗെയിം. കറബാക്കാണ് എന്നെ ഈ ചാമ്പ്യൻസ് ലീഗ് സീസണിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്ത ടീം. 7 കളിയിൽ 10 പോയിന്റ് ഉണ്ട്. അവരെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനാണ്. സോ അത് കുറച്ച് ഇമ്പ്രസീവാണ്. അവർ പ്ലേ ഓഫ് സ്പോട്ട് എടുക്കുക എന്ന് തന്നെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കാനുള്ള കളി പാഫോസ്. പിന്നെ ഈ പാഫോസ് സ്ലാവിയ പ്രാഹ കളിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ലെവർകൂസൻ വില്ലറിയാൽ കളിക്ക് ലെവർകൂസണിനൊരു പ്ലേ ഓഫ് സ്പോട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വില്ലറിയാൽ ഈസ് എന്തായാലും നോക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ടീമാണ്. 7 കളിയിൽ 1 ഡ്രോ മാത്രമേ ഉള്ളൂ. ആകെ 1 പോയിന്റേ ഉള്ളൂ. ദെൻ ഐ തിങ്ക് മൊണാക്കോ യുവൻറ്റസ്, അതും പ്ലേ ഓഫ് സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കളിയായിരിക്കും. യുവൻറ്റസിന് 12 പോയിന്റ് ആണ്. ചിലപ്പോൾ ടോപ്പ് 8 ക്വാളിഫിക്കേഷൻ വരെ കിട്ടാം യുവൻറ്റസിന്. 15 പോയിന്റിൽ ചിലപ്പോൾ കിട്ടിയേക്കാം. മൊണാക്കോനും അതേപോലെ പ്ലേ ഓഫ് സ്പോട്ട് കിട്ടാം. സോ അതൊക്കെയാണ് നമ്മളെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മാച്ച് ഡേനെ പറ്റിയിട്ടുള്ള ഒരു പ്രിവ്യൂ. അപ്പോൾ ആരൊക്കെ ടോപ്പ് 8 ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ സീ ഇൻ അനദർ വീഡിയോ. ബൈ.